ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 34 സങ്കീർത്തനം 5 മുതലുള്ള വാക്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ സമർപ്പിക്കുകയാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമടിച്ച് അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. 34 സങ്കീർത്തനം 5 മുതൽ 8 വരെയുള്ള വേദഭാഗം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തെങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ, അവരുടെ ജീവിതത്തിൽ പരാജയം സംഭവിക്കാൻ, നാശോന്മുഖരായി പോകുവാൻ ഒരിക്കലും ഇടയായിട്ടില്ല. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ദൈവത്തിലേക്ക് നോക്കിയവർ, അത് പലരുണ്ട്. ദൈവത്തെ അറിഞ്ഞവരുണ്ട്, പിതാക്കന്മാർ, വിശുദ്ധന്മാർ, പേര് അറിയാത്ത ഒരുപാട് പേര്. ആരൊക്കെ നോക്കിയോ അവരൊക്കെ പ്രകാശിതരായി. ഇന്ന് പ്രകാശിതരാകാൻ പല മാർഗങ്ങൾ തേടുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്രകാശം കിട്ടാൻ ലൈറ്റ് അറേഞ്ച് ചെയ്ത് വയ്ക്കും. മുഖം പ്രകാശിതമാകാൻ മേക്കപ്പുകൾ ഇടും. സൗന്ദര്യം കൂട്ടാനുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കും. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലൊരു ഫാഷനല്ല, ഒരു നെസസിറ്റിയായിട്ട് മാറിയേക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം എപ്പോഴും വെണ്മയുള്ളതാകണോ നിർബന്ധമില്ല. കറുത്തിരുണ്ടതാകാം, ഒരുപക്ഷെ കാഴ്ച ശരിയായിട്ടില്ലാത്തവരാകാം, സൗന്ദര്യമില്ലാത്തവരാകാം. പക്ഷെ സൗന്ദര്യമില്ലാത്തവരും വെള്ളരൂപമില്ലാത്തവരും ആരോഗ്യവും ബലവും ഇല്ലാത്തവരും ആരൊക്കെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയോ അവരൊക്കെ പ്രകാശിതരായി. എല്ലായിടത്തോട്ടും നോക്കിയവർ പ്രകാശിതരായെന്ന് പറയുന്നില്ല. ദൈവത്തിങ്കിലേക്ക് നോക്കിയവർ, അതായത് പ്രകാശത്തിലേക്ക് നോക്കിയെങ്കിലേ പ്രകാശം നമ്മളിലേക്ക് പ്രതിഫലിക്കത്തുള്ളൂ. ദൈവത്തിങ്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ബലഹീനതകൾ ഒത്തിരി ഉണ്ടെങ്കിലും, കുറവുകൾ ഒത്തിരി ഉണ്ടെങ്കിലും, നമ്മൾ കണ്ണുനീരൊഴുക്കുമ്പോൾ, നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ നോട്ടം ദൈവസന്നിധിയിലേക്ക് ഒരു ബലം കുറഞ്ഞ, ശക്തി കുറഞ്ഞ കിരണമായി പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കരുത്. ദൈവസന്നിധിയിലേക്ക് നമ്മളിൽ നിന്നൊരു ഭയങ്കരം വീര്യമേറിയ കിരണം തന്നെ പുറപ്പെടുന്നുണ്ട്. ആ കിരണത്തെ, പശ്ചാത്താപത്തിൻ്റെ കിരണത്തെ, സമർപ്പണത്തിൻ്റെ കിരണത്തെ, ആത്മീയ അനുഭവങ്ങളുടെ കിരണത്തെ ദൈവം സ്വീകരിച്ച് അവൻ്റെ പ്രകാശം നമ്മളിലേക്ക് നൽകും. വെളിച്ചമുള്ളവനെ നോക്കിയാൽ വെളിച്ചം കിട്ടും. അന്ധകാരമുള്ളവനെ നോക്കിയാൽ അന്ധകാര രൂപികളായി മാറും. നമുക്കറിയാം, നമ്മൾ ചിലരോടൊക്കെ സമീപിക്കുമ്പോൾ, ചില മനുഷ്യരോടൊക്കെ അടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ശക്തിയുണ്ട്, ഒരു ബലമുണ്ട്, ഒരു സന്തോഷമുണ്ട്. നമ്മളെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കും ചിലരെക്കുറിച്ച് ഓർത്താൽ നമ്മൾക്ക് വലിയ പശ്ചാത്താപം തോന്നും, പ്രാർത്ഥിക്കാൻ തോന്നിപ്പോകും. നമുക്ക് ചില മനുഷ്യരെക്കുറിച്ച് ഓർത്താൽ തന്നെ നമ്മൾ ഈ വിശുദ്ധന്മാരും നിർമ്മലന്മാരും സ്തുതി ചൊവ്വാകപ്പെട്ടവരുമെന്ന് ചിലരെക്കുറിച്ച് വിലയിരുത്തുമല്ലോ. യഥാർത്ഥത്തിൽ അത്തരക്കാരെന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം, വെറും സാധാരണക്കാരല്ല. ദൈവത്തിൽ നിന്ന് പ്രകാശം പ്രാപിച്ചവരാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. ഞാൻ വെളിച്ചമാണ്, എൻ്റെ കയ്യിൽ വെളിച്ചമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടക്കുന്നവൻ്റെ കയ്യിൽ പ്രകാശം കാണണമെന്നില്ല. പ്രകാശം കൊണ്ട് നടക്കുന്നവൻ പറയണ്ട എന്നിൽ പ്രകാശമുണ്ട് എന്ന്. വെളിച്ചം കൊണ്ട് നടക്കുന്നവൻ ഉയർത്തി കാണിക്കേണ്ടതാ എൻ്റെ കയ്യിലുണ്ട് എന്ന്. അവൻ പോകുന്ന വഴിത്താരെല്ലാം പ്രകാശമാനമാകും. പ്രകാശത്തിൻ്റെ പ്രത്യേകത അതാ. അതുകൊണ്ടാണ് പറയുന്നത്, അത് തണ്ടിന്മേൽ വെക്കണം, വിളക്ക് കത്തിച്ച് തണ്ടിന്മേൽ വെക്കണം. നമ്മളിൽ വെളിച്ചമുണ്ട്, നമ്മൾ പ്രകാശിതരാണെന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയും. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് ആ വെളിച്ചത്തെ നമ്മൾ
മറച്ചു വയ്ക്കുന്ന ഒരു തലമാണ് ഇന്നത്തെ സമൂഹത്തിലുള്ളത്. വെളിച്ചമുള്ളവൻ്റെ വെളിച്ചത്തെ അന്ധകാരമാണെന്ന് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. കാഴ്ചയില്ലാത്തവൻ്റെ അടുക്കൽ, ഇരുട്ടിലിരിക്കുന്നവൻ്റെ അടുക്കൽ അത് പ്രകാശമെന്ന് പറയുന്നത്, വെളിച്ചമെന്ന് പറയുന്നത് ശിക്ഷയായി ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കും. മോഹൻലാലിൻ്റെ ഒരു പ്രസിദ്ധമായ സിനിമയുണ്ട്. അതിൽ മോഹൻലാൽ അന്ധനായിട്ട് അഭിനയിക്കുകയാണ്. അവൻ ചെല്ലുന്ന രാജ്യത്ത് ആ ഒരു ഗോത്ര വിഭാഗങ്ങളുടെ അടുക്കൽ എത്തപ്പെടുന്ന ആ മനുഷ്യൻ അവിടെ നിന്ന് ഒരു പഴം കഴിക്കുന്നു. അവനും അന്ധകാരമുള്ളവനായിട്ട് മാറുന്നു. പിന്നീട് ആ പഴത്തിൻ്റെ കുരു കഴിച്ചു കഴിഞ്ഞപ്പോൾ അവന് കാഴ്ച കിട്ടുന്നു. ആ കഥാപാത്രത്തിന് കാഴ്ച കിട്ടുന്നു. അപ്പോൾ കാഴ്ച കിട്ടിയത് കാഴ്ചയില്ലാത്തവരുടെ ലോകത്ത് ഒരു ശിക്ഷയാണ്. ഒരു പൗരാണികമായ ഒരു കഥയുണ്ട്. ഒരു പ്രദേശത്ത് അവർക്ക് ഒരു ജലസ്രോതസ് ഉണ്ടായിരുന്നു ജനങ്ങൾക്ക്. ഒരു ദുർമന്ത്രവാദി വന്ന് ആ ജനങ്ങളുടെ ജലസ്രോതസ്സിനെ ശപിച്ച് മലിനമാക്കി. അവിടെ നിന്ന് വെള്ളം കുടിച്ച എല്ലാവരും അന്ധന്മാരായി മാറുകയാണ്. ആദ്യം രാജാവ് കുടിക്കുന്നു, ജനങ്ങൾ കുടിക്കുന്നു, പടയാളികൾ കുടിക്കുന്നു, എല്ലാവരും അന്ധന്മാരായി. അവിടെ വന്നുപെട്ട കാഴ്ചയുള്ള ഒരുവനെ സംബന്ധിച്ച് ആ കാഴ്ചയില്ലാത്ത സമൂഹം വിലയിരുത്തൽ നടത്തിയത്, അവർ ന്യായാധിപന്മാർ കൂടി പറഞ്ഞത്, ഇവന് കാഴ്ചയുണ്ട്, അതാണ് അവൻ്റെ ദോഷം, അതുകൊണ്ട് അവൻ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കാഴ്ച കളയണം. മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൽ അതിന് വിരുദ്ധമായി അവർ കാഴ്ചയില്ല എന്ന് പറയുന്ന ഇല്ലാത്ത സമൂഹത്തെ കാഴ്ച കൊടുക്കാൻ വേണ്ടി ഉദ്യമിക്കുകയാണ്. കാഴ്ച മറ്റുള്ളവർക്ക് കിട്ടാൻ വേണ്ടി ആ ഇലാമാപ്പഴത്തിൻ്റെ കുരുകൂടെ കഴിക്കണമെന്ന് പറയുകയാണ്. അതുകൊണ്ട് അത് ശപിക്കപ്പെട്ട പഴമല്ല, അത് അനുഗ്രഹിക്കപ്പെട്ട പഴമാണ്. അതിൻ്റെ പുറമേ ഉള്ളത് കഴിച്ച് അന്ധത പ്രാപിച്ചാലും അതിൻ്റെ അകത്തിലെ കുരു കഴിച്ചാൽ നല്ലതാണ്. ജനങ്ങൾ ചിന്തിച്ചിരുന്നതെന്ന് വെച്ചാൽ കുരു കഴിച്ചാൽ ചത്തുപോകും. അതുകൊണ്ട് ആ കുരു കഴിപ്പിച്ച് അവനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴാണ് അവന് കാഴ്ച കിട്ടിയത്, ആ കഥാപാത്രത്തിന് കാഴ്ച കിട്ടിയത്. പ്രിയമുള്ളവരെ, വെളിച്ചമെന്ന് പറയുന്നത് നമ്മൾ വ്യാഖ്യാനിക്കുന്നതിനപ്പുറമാണ്. പ്രകാശിതരാകുക എന്ന് പറയുന്നത് വ്യാഖ്യാനങ്ങൾക്കപ്പുറമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രകാശമില്ലാതെ ഞാൻ ഇരിക്കുകയാണെങ്കിൽ, സന്തോഷമില്ലാതിരിക്കുകയാണെങ്കിൽ, പ്രകാശത്തിൻ്റെ ഉറവിടമായ ദൈവത്തിലേക്ക് തന്നെ നോക്കണം. ആ സന്തോഷത്തിൻ്റെ ഉറവിലേക്ക് നോക്കണം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായെന്നുള്ളത്, ആ പ്രകാശിതരായെന്ന് സാക്ഷിച്ചതും മറ്റുള്ളവരാണ്. അല്ല, ഞാൻ പ്രകാശിതരായെന്ന് ഞാൻ തന്നെ പറയുകയല്ല. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, വെളിവിയടിയാരഖില ധാരമഥാ വെളിവുന്നി കാന്ത്യാഞങ്ങളെ നീ താതൻ കതിരേ ശോഭിപ്പിക്കേണം. വെളിവുള്ള ദൈവമേ, നിൻ്റെ വെളിവാൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. ഇന്ന് നിങ്ങളും ഞാനും പ്രകാശിതരാകാൻ എടുത്ത മെത്തഡോളജികൾ ഒത്തിരിയുണ്ട്, നോക്കിയ വ്യക്തികൾ പലരുണ്ട്. ഇന്നടത്ത് പോയാൽ ഞാൻ രക്ഷപ്പെടും, ഞാൻ പ്രകാശിതനാകുമെന്ന് ചിന്തിച്ച അനുഭവമുണ്ട്. ഇന്ന വ്യക്തി, ഇന്ന സമൂഹം, ഇന്ന രാജ്യം, ഇന്ന പദവി, ഞാൻ പ്രകാശിക്കപ്പെടുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്, സൗന്ദര്യം കൂടുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും പ്രകാശിതമാകത്തില്ല. അവങ്കിലേക്ക് നോക്കണം, അവൻ്റെ തിരുമുഖത്തേക്ക് നോക്കണം, അവൻ്റെ മാർവിലേക്ക് നോക്കണം. സർവശക്തൻ്റെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ അന്ധകാരമെല്ലാം മാറും. നമ്മളുടെ രോഗദുഃഖങ്ങൾക്ക് അപ്പുറമായൊരു സന്തോഷം കിട്ടും. അസമാധാനമില്ലാത്ത ലോകത്ത് നിന്നുകൊണ്ട് ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കിയാൽ എല്ലാം പ്രശ്നമാണ്. ശരിയാണ്, കണ്ണു തുറന്ന് ചുറ്റും നോക്കിക്കൂ, എന്തോരം പ്രശ്നങ്ങളാണ്. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും കലഹിക്കുന്നു, എല്ലായിടത്തും പ്രശ്നങ്ങൾ. എന്നാൽ കണ്ണുകൾ ഉയർത്തി ദൈവമുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതാ പാട്ടുകാരൻ പാടിയേക്കുന്നത്. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇണ്ടേലകന്നു ഞാൻ വാഴുമങ്ങ്, ദൈവമുണ്ടേ അങ്ങു പുത്രനുണ്ട്, ആത്മാവുണ്ടേ ദൈവദൂതരുണ്ടേ,
ഈ വിധമായുള്ള വീടിനുള്ളിൽ ചെല്ലുവാൻ എന്നുള്ളം കാംക്ഷിക്കുന്നു. കണ്ണിനു കാണുന്നതൊന്നുമല്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. കണ്ണിനു കാണുന്നതൊന്നുമല്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. ലോകത്തിൽ ചുറ്റുവട്ടത്തിൽ നോക്കിയാൽ ശരിയാ, ഒരുപാട് പരാജയങ്ങളുണ്ട്, ഒരുപാട് ദുരിതങ്ങളുണ്ട്. കണ്ണുകൾ ഉയർത്തി മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനപ്പുറമായൊരു സന്തോഷമാണ്. ദൈവമുണ്ട്, പുത്രനുണ്ട്, ദൂതന്മാരുണ്ട്, വിശുദ്ധന്മാരും നിർമ്മലന്മാരുമുണ്ട്. ആരുമില്ലെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ പരാതിപ്പെടണ്ട. ഇവിടെ നിനക്കാരുമില്ലാതുള്ളൂ. എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ല എന്നിവിടെയുള്ളൂ പ്രശ്നം. കണ്ണുകൾ ഉയർത്തി മുകളിലേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ ശക്തിയുണ്ട്, ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ പാട്ടുകാരൻ മറ്റൊരർത്ഥത്തിൽ പറയുന്നു, ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരോളും വൻകേരിയിൽ, എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായെന്ന് പറയുമ്പോൾ ഓർക്കണം, നോക്കണ്ടവരിലേക്ക് നോക്കണം, യഥാർത്ഥ സോഴ്സിലേക്ക് നോക്കണം. രണ്ടാമതായിട്ട്, ദൈവത്തിങ്കിലേക്ക് നോക്കുമ്പോൾ എൻ്റെ അന്ധകാരം മാറിപ്പോകും. മൂന്നാമതായി, ഞാൻ പ്രകാശിതനായെന്ന് പറയുന്നത് ഞാൻ തന്നെയല്ല, മറിച്ച് എൻ്റെ ദൈവം സാക്ഷിക്കും. അതിലൂടെ സമൂഹം പറയും, അവന് പ്രകാശമുണ്ട്. എനിക്ക് പ്രകാശമുണ്ടെന്ന് ഞാൻ ലോകത്തിലെ പലതിനെ നോക്കി ഞാൻ പ്രകാശത്തിനാണ്, പ്രകാശത്തിലാണ് നടക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ, ദൈവത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നടക്കുന്നത് പ്രകാശം അന്ധകാരമാണെന്നും ഇതുവരെ പ്രകാശത്തിലെത്തിയില്ല എന്നും മനസ്സിലാകും. അവങ്കിലേക്ക് നോക്കുന്നവർ ഒരിക്കലും നിരാശപ്പെട്ടു പോകുകയില്ല. അവർക്ക് മുഖലജ്ജയുണ്ടാകുകയില്ല. അവർക്ക് സമാധാനവും സന്തോഷവും ഉണ്ടാകും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായെന്ന് പറയുമ്പോൾ പൂർവികരായ പിതാക്കന്മാരുടെ ജീവിതചര്യകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ്. ദൈവത്തിലേക്ക് നോക്കി മുഖപ്രശോഭത പ്രാപിച്ചവരുടെ ജീവിതം എനിക്കും നിങ്ങൾക്കും ഒരു പാഠപുസ്തകമാകണം, ഒരു പാഠശാലയാകണം. അവരെങ്ങനെ പ്രകാശിതരായെന്ന് നമ്മൾ പഠിക്കണം. ദൈവം എന്തിനെയാണ് പ്രകാശിപ്പിക്കുന്നതെന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ പ്രകാശം എന്താണെന്ന് ചിന്തിക്കണം. ദൈവമേ, നിൻ്റെ പ്രകാശം എനിക്ക് വെളിപ്പെടുത്തണമെന്ന് ചിന്തിക്കണം. നിൻ്റെ പ്രകാശം എൻ്റെ ജീവിതത്തിലെ എവിടെയൊക്കെ കയറി വരണമെന്ന് ചിന്തിക്കണം. മാറാല പിടിച്ചിരിക്കുന്ന, സമാധാനം നഷ്ടപ്പെട്ട, സന്തോഷം നഷ്ടപ്പെട്ട എൻ്റെ ജീവിത കോണുകളിലേക്ക്, ജീവിതത്തിൻ്റെ അറകളിലേക്ക് ദൈവമേ നിൻ്റെ സമാധാനം കടന്നു വരണം, നിൻ്റെ സന്തോഷം കടന്നു വരണം, നിൻ്റെ പ്രകാശം ഉണ്ടാകണം. എനിക്ക് ഈ ലോകത്തിലെ മറ്റു പ്രകാശങ്ങളിലൂടെയുള്ള യാത്രയല്ല. ദൈവമേ, നിൻ്റെ പ്രകാശവും ലോകത്തിൻ്റെ പ്രകാശവും തമ്മിലുള്ള വേർതിരിവ് എനിക്കുണ്ടാകണം. ലോകത്തിൻ്റെ പ്രകാശം ചിലപ്പോൾ എനിക്ക് ഒത്തിരി വെളിച്ചമായിട്ട് തോന്നും, എനിക്കൊത്തിരി ആകർഷണീയമായിട്ട് തോന്നും. ലോകത്തിൻ്റെ പ്രകാശനം അതൊരു മ്യൂസിക്കൽ സെൻസ് കാണും. ലോകത്തിൻ്റെ പ്രകാശം ഇച്ചിരൂടെ തുളച്ചു കയറുന്നതായിരിക്കും. ലോകത്തിൻ്റെ പ്രകാശിതമാകുന്ന അവസ്ഥ ഒത്തിരി സന്തോഷം തരുന്നതായിരിക്കും. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രകാശത്തിന് ചിലപ്പോൾ ഭൗതിക പ്രഭയുടെ മോടിയൊന്നും കാണത്തില്ല. ദൈവം പ്രകാശിതരാക്കുന്നു എന്ന് പറയുമ്പോൾ സൗന്ദര്യം കാണുമെന്ന് ചിന്തയില്ല. ദൈവം പ്രകാശിപ്പിച്ചു എന്ന് പറയുമ്പോൾ സമ്പന്നനും പ്രതാപിയും ബുദ്ധിമാനുമായെന്ന് അർത്ഥമില്ല, അധികാരിയായെന്ന് അർത്ഥമില്ല. ദൈവം പ്രകാശിപ്പിക്കുന്നവൻ്റെ പ്രകാശം ഒരിക്കലും പോകത്തില്ല. കരണ്ട് പോകുമ്പോൾ ഇരുട്ട് വരുന്നത് പോലെയോ സൂര്യൻ അസ്തമിക്കുമ്പോൾ അന്ധകാരമാകുന്നത് പോലെയോ അല്ല ദൈവത്തിൻ്റെ പ്രകാശം. അതൊരു നിത്യപ്രകാശമാണ്. ആ പ്രകാശത്തിലായിരിക്കാനിടയാകണം. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമടിച്ച് അവരെ വിടുവിക്കുന്നു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമടിച്ച് അവരെ വിടുവിക്കുന്നു. എളിയവനാണെങ്കിലും അവൻ നിലവിളിച്ചപ്പോൾ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിച്ചു. നീ എളിയവനാണല്ലോ, നീ ബലഹീനനാണല്ലോ, നീ കുറവുള്ളവനാണല്ലോ, നിനക്കെന്നെ വിളിക്കാൻ എന്ത് യോഗ്യതയെന്ന് ദൈവം ചോദിക്കുന്നില്ല. ദുഷ്ടനോടെ ചോദിക്കുന്നുള്ളൂ. ദുഷ്ടനെ, നിനക്ക് എൻ്റെ വാക്കുകൾ, എൻ്റെ വചനം നിൻ്റെ നാവിന്മേലെടുക്കാൻ എന്ത് യോഗ്യത? ദുഷ്ടനോടെ ചോദിക്കുന്നുള്ളൂ. ദുഷ്ടതയെ ഉപേക്ഷിച്ച് എളിമത്തത്തിലേക്കും സാധുത്വത്തിലേക്കും പോകുന്നവരോട് തമ്പുരാൻ അത് ചോദിക്കുന്നില്ല. എളിയവൻ നിലവിളിച്ചപ്പോൾ ദൈവം അവരെ രക്ഷപ്പെടുത്തും. നിനക്ക് ഇത്ര കുറവുണ്ടെന്നോ, നീ ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ടില്ലെന്നോ, നിനക്ക് നന്മയില്ലെന്നോ ഒന്നും പറയുന്നില്ല.
അവൻ നിലവിളിക്കണം. ഈ നിലവിളിക്കുക എന്നുള്ളതിന് ഇച്ചിരി ആഴമുണ്ട്. ആഴത്തിൽ നിന്ന് സ്തുതിയോടെ ദൈവത്തെ നിലവിളിക്കണം. പരാതിയില്ലാതെ ദൈവത്തോട് നിലവിളിക്കണം. നമ്മൾ പറയത്തില്ലയോ, പേടിച്ചുള്ള അലർച്ചയല്ല, നിരാശയോടെയുള്ള അലറലല്ല, അതിനേക്കാളൊക്കെ ഉപരി ആഴത്തിൽ നിന്നുള്ളൊരു ശക്തമായ നിലവിളി. സ്വർഗത്തിൻ്റെ വാതിൽ മുട്ടി വിളിക്കണം. കരുണയുള്ള ദൈവമേ, നിൻ്റെ വാതിലിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം മുട്ടുന്നു. നിന്നെ അപേക്ഷിക്കുന്നവരുടെ യാചനകളെ നീ വിരോധിക്കരുതേ. ദൈവമേ, ബലഹീനരായ ഞങ്ങളുടെ സഹായത്തിനായി നിന്നെ ഞങ്ങൾ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിൻ്റെ കൃപയാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയിൽ ആ കരുണയുള്ള ദൈവമേ എന്നുള്ള പ്രാർത്ഥന ഹൃദ്യമാണ്. അത് നമ്മൾ ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ദൈവം അത് കേൾക്കണം. അവിടെയും ഇവിടെയും നിന്നുകൊണ്ടല്ല, ദൈവം തന്നെ കേൾക്കണം. കരുണയുടെ വാതിൽ ദൈവമേ തുറന്നു തരണം. ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം നിൻ്റെ വാതിൽ മുട്ടുന്നു. ദൈവം വാതിൽക്കൽ നിന്ന് മുട്ടുന്നത് പോലെ നമ്മളുടെ അപേക്ഷയുടെ സ്വരം ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ മുട്ടണം. അതിനുള്ളൊരു പ്രേരണ ഉണ്ടാകണം. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, യഹോവയുടെ ദൂതൻ ഭക്തന്മാരുടെ ചുറ്റും പാളയമടിച്ചവരെ രക്ഷിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ ദൂതന്മാർ, അതായത് ഏഞ്ചൽസ്, മാലാഖന്മാർ യഹോവയുടെ ഭക്തന് ചുറ്റും പാളയം അടിച്ചവരെ രക്ഷിക്കുകയാണ്. ഈ പാളയം അടിക്കുക എന്ന് വെച്ചാൽ നമ്മൾ വസിക്കുന്ന പാർപ്പിടത്തിന് ചുറ്റും ദൂതന് വസിക്കുവാനുള്ള ഒരു പാർപ്പിടമുണ്ടാക്കി, അതിനു ചുറ്റും ഒരു സംരക്ഷണ കവചമുണ്ടാക്കി ഭക്തനെ രക്ഷപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനയാൽ ദൂതന്മാർ എനിക്കും നിങ്ങൾക്കും ചുറ്റുമുണ്ടാക്കുന്ന പാളയം, ഭവനം, കുടില് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ പിന്നാലെയാണ് പലപ്പോഴും നമ്മളായിരിക്കുന്നത്. എന്നാൽ യഹോവയുടെ ദൂതൻ ഓർത്തോണം, ഇറങ്ങി വന്ന് പാളയം അടിക്കുന്നുണ്ട്. പാളയം അടിക്കുവാനുള്ള സ്ഥലം വിട്ടുകൊടുക്കണം. പാളയം അടിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കണം. എൻ്റെ ദൈവമേ, നീ അയക്കുന്ന ദൂതൻ്റെ പാളയത്തെ ഞാൻ കാണാതെ പോകരുതേ. ആ പാളയത്തിൽ നിന്ന് മാറി മറ്റു ചില പാളയങ്ങൾ തേടുവാനിടയാകരുതേ. കൂടാരവാസികളാകും നമുക്കിന്ന് വീടെന്നോ നാടെന്നോ ചൊൽവാനെന്ത്, കൈകൊണ്ടോ തീർക്കാത്ത വീടൊന്നു താതൻ താൻ മീതേ നമുക്കായി വച്ചിട്ടുണ്ട്. കൈകൊണ്ടു തീർക്കാത്ത വീടൊന്നു താതൻ താൻ മീതേ നമുക്കായി വച്ചിട്ടുണ്ട്. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു. യഹോവയുടെ ദൂതൻ ഒരുക്കിയിരിക്കുന്ന പാളയം, സുരക്ഷിത കവചം. ആ പാളയത്തിൽ ദൈവദൂതന്മാരുടെ ഒരു വലിയ സാന്നിധ്യമുണ്ട്. നമ്മൾ വീഴാതെ താങ്ങുന്ന ഒരു അനുഭവമുണ്ട്, കൈപിടിച്ച് നടത്തുന്ന ഒരു അനുഭവമുണ്ട്. ദൈവം സൃഷ്ടിച്ചിട്ടുള്ള, എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ള പാളയം നമ്മൾ കണ്ടിട്ടുണ്ടോ? ആ പാളയത്തിന് വില കൊടുത്തിട്ടുണ്ടോ? യഹോവയുടെ ദൂതനാൽ ദൈവം ഒരുക്കിയിരിക്കുന്ന പാളയത്തിൻ്റെ മാഹാത്മ്യം നമ്മൾ എവിടെയെങ്കിലും സാക്ഷിച്ചിട്ടുണ്ടോ? ഏൽശായെ പിടിക്കുവാൻ പടയാളികൾ അവിടെ ഓടിയെടുത്തപ്പോൾ ആയിരക്കണക്കിന് പടയാളികൾ കുതിരകളായും സേനകളായും വന്നപ്പോൾ ഗേഹസി ഭയന്നു, പേടിച്ചു. പക്ഷേ ഗേഹസി വന്ന് പറയുന്നു, അയ്യോ പ്രവാചക, എത്ര പേരാ നമുക്ക് ചുറ്റും വന്നേക്കുന്നത്? നോക്കിക്കേ, പർവ്വതങ്ങൾ മൊത്തത്തിൽ ഒരുപാട് പേര് വന്ന് മൂടിയേക്കുക, സൈന്യങ്ങൾ വന്നേക്കുക. ഉടനെ ഗേഹസിയോട് ഏലിശാ പറയുന്നു, അല്ലയോ ഗേഹസി, നീ എന്തിനാ പേടിക്കുന്നത്? നമ്മോട് കൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരെക്കാൾ അധികമാണ്. എന്നിട്ട് പറഞ്ഞു, ദൈവമേ, നീ ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. ആ കാഴ്ച അവൻ കണ്ടിട്ടില്ല. കണ്ണു തുറന്നു നോക്കിയപ്പോൾ അഗ്നിരഥങ്ങളും അഗ്നിശ്വങ്ങളുമായി ദൈവത്തിൻ്റെ ദൂതന്മാർ ആ വലിയ പർവ്വതം മൊത്തം നിറഞ്ഞിരിക്കുന്നു. അവരെ കടത്താതെ അവിടെ നിലകൊള്ളുന്നതായിട്ട് കണ്ടു. ദൈവമൊരുക്കിയ പാളയം, ദൈവത്തിൻ്റെ ദൂതന്മാരുടെ പാളയം. ദൈവത്തിൻ്റെ പാളയത്തിൽ നിന്ന് അസൂയാലുക്കളുടെയും ശത്രുക്കളുടെയും പാളയത്തിലേക്കല്ലേ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? പരിഹാസികളുടെ ഇരിപ്പിടമാകുന്ന പാളയത്തിലേക്കല്ലേ? ദുഷ്ടൻ്റെ പാളയത്തിലേക്കല്ലേ?
ദുഷ്ടന്മാരുടെ സ്വാദുഭോജനം എനിക്ക് മതിയായെന്ന് ദാവീദ് തന്നെ പറയുന്നുണ്ട്. ദുഷ്ടന്മാരുടെയും വഞ്ചകൻ്റെയും സ്വാദുഭോജനം കഴിക്കുന്നതിന് പകരം എൻ്റെ ദൈവത്തിൻ്റെ പാളയത്തിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന ശാകഭോജനം, ലഘുഭോജനമാണെങ്കിലും കഴിച്ചാൽ അത് മതിയെന്ന് ചിന്തിക്കുവാൻ സാധിക്കണം. ദൈവത്തിൻ്റെ പാളയത്തിലൂടെ ദൈവം എല്ലാവരെയും കടത്തിവിടത്തില്ല. തോന്നുന്നവനും വരുന്നവനുമൊന്നും എപ്പോഴും കയറി വരത്തില്ല. എൻ്റെ ദൈവമേ, നിന്റെ ദൂതനാൽ നീ ഒരുക്കിയിരിക്കുന്ന പാളയം എൻ്റെ ജീവിതമായിട്ട് തന്നെ മാറ്റപ്പെടുകയാണ്. എനിക്കറിയാം, കാണുന്നവനും പോകുന്നവനും ഒന്നും കയറി വരാൻ പറ്റത്തില്ല. ഇന്ന് നമ്മളുടെ ജീവിതം അങ്ങ് തുറന്നിട്ടേക്കുക. വേണ്ടുന്നവനും വേണ്ടാത്തവനും ഒക്കെ കയറി വരികയാണ്. അശുദ്ധിയുള്ളവനും നശിപ്പിക്കുന്നവനും കയറി വരികയാണ്. ദൈവം പാളയം ഒരുക്കിയിരിക്കുമ്പോൾ എല്ലാവരെയും കയറ്റിവിടത്തില്ല. ചിലരെയൊക്കെ അകറ്റും, നമ്മളിൽ നിന്ന് മാറ്റി നിർത്തും. സഹോദര സഹോദരി, ചിലരൊക്കെ നിൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ നീ വിഷമിക്കണ്ട. നീ എന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നുവോ, ദൈവത്തെ വിളിക്കാൻ തുടങ്ങുന്നുവോ, പുതിയ തീരുമാനങ്ങളോട് ജീവിക്കാൻ തുടങ്ങുന്നുവോ, അവിടം തൊട്ട് ദൈവം ഒരു എലിമിനേഷൻ നടത്തുകയാണ്. വേണ്ടവൻ മാത്രമേ കയറി വരത്തുള്ളൂ. അരുതാത്തവനെയൊക്കെ ദൈവം മാറ്റും. നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പാളയത്തിൻ്റെ സംരക്ഷണം നടന്നതാണ്. എത്ര കുടുംബങ്ങൾ തകർത്തു, സ്നേഹബന്ധങ്ങൾ തകർന്നുപോയി, ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. അരുതാത്തവൻ കയറി വരുന്നു, അരുതാത്ത ഫോൺ കോളുകൾ വരുന്നു, അരുതാത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. അതുകൊണ്ടല്ലേ 10, 20, 25 വയസ്സായ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് ചില അമ്മമാർ സ്വന്തം ഭർത്താവിനെ പോലും ഇട്ടിട്ട് ഇറങ്ങിപ്പോകുന്നത്? സ്വന്തം മാതാപിതാക്കളുടെ സ്നേഹം മനസ്സിലാക്കാതെ, ആരെന്നോ എന്തെന്നോ അറിയാതെ ചിലരുടെയൊക്കെ പിന്നാലെ പോയി ജീവിതം ഹോമിക്കുന്നത്. എല്ലാം ഒന്നും വിജയിച്ചിട്ടില്ല. ചിലതൊക്കെ വലിയ പരാജയങ്ങളായിപ്പോയി. അല്ലെങ്കിൽ ഭാര്യയും കുഞ്ഞുങ്ങളെയും ഇട്ടിട്ട് ചിലരൊക്കെ അപ്പോൾ കാണുന്ന ഏതോ വ്യക്തികളുടെ പുറകെ ഇറങ്ങിപ്പോകുന്നത്, കൊള്ളരുതാത്ത ജീവിതം നയിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം ഒരു പാളയം ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു വലിയ സുരക്ഷിതത്വം വേണം. സക്കരിയാവിൻ്റെ എലിസബത്തിൻ്റെയും ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ലാതിരുന്നു. വാർദ്ധക്യത്തിൽ ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. പക്ഷേ ആ സമയത്ത് സംശയം ഉന്നയിച്ച് സക്കരിയാവ് ധ്യാനത്തിൻ്റെ ഒരു മൗനാവസ്ഥയിലേക്ക് പോകുകയാണ്. കുഞ്ഞ് ജനിച്ചു. ബന്ധുക്കൾ വന്ന് കുഞ്ഞിന് എന്ത് പേരിടണം? ബന്ധുക്കൾ വന്ന് പറഞ്ഞു, കുഞ്ഞിൻ്റെ പേര് അപ്പനെ പോലെ സക്കരിയാവെന്ന് വേണം. പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പന പിതാവിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞിൻ്റെ പേര് യോഹന്നാൻ എന്ന് തന്നെ എഴുതണം. അവന് സംസാരിക്കാൻ പറ്റാതിരിക്കുമായിരുന്നു. പക്ഷേ സംസാരിക്കാൻ പറ്റാതിരുന്നപ്പോഴും എഴുതാനൊരു പലക കൊണ്ട് കൊടുത്തു. അവൻ യോഹന്നാൻ എന്ന് പേരെഴുതി. അപ്പോൾ അവൻ സംസാരിച്ചു. ജീവിത പങ്കാളികളെ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ജീവിത പങ്കാളികൾ നിശബ്ദരായിരിക്കാം. പല പ്രശ്നങ്ങൾ കാണാം. അതുകൊണ്ട് ഭർത്താവിന് കഴിവ് കുറവെന്ന് ഭാര്യയും, ഭാര്യയ്ക്ക് കഴിവ് കുറവെന്ന് വിചാരിച്ച് ഭർത്താവും മറ്റുള്ളവരുടെ പിന്നാലെ പോകരുത്. കണ്ടവൻ്റെ ഭാര്യ മിടുക്കിയാണെന്നും ഭർത്താവ് ശ്രേഷ്ഠനാണെന്നും പറയരുത്. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാളയമുണ്ട്. ദൈവത്തിൻ്റെ ദൂതനാൽ നയിക്കപ്പെടുന്നൊരു പാളയമുണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും എന്തെങ്കിലും അരുതാത്തവർ കയറി വന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ ഇടപെടണം. അതിന് ദൈവത്തിൻ്റെ പാളയം കോട്ട കെട്ടണം. ദൈവത്തിൻ്റെ ദൂതൻ കോട്ട കെട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് പലരും കടന്നു വരുന്നത്? നിയന്ത്രണമില്ലാതെ കടന്നു വരുന്നത്, നോക്കാതെയും പറയാതെയും കടന്നു വരുന്നത്. നമ്മളൊരു ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞാൽ, ചിലയിടത്തൊക്കെ ചില ഫ്ലാറ്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന സ്ഥാനത്ത് അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അവർ ചോദ്യം ചെയ്യും. ചില നല്ല ഫ്ലാറ്റുകളിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ, റെസിഡൻഷ്യൽ കോളനികളിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ അവരയച്ചു തരുന്ന അവരുടെ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും സ്കാൻ ചെയ്ത് മാത്രമേ കയറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ടേ കയറ്റത്തുള്ളൂ. കാരണം അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട്. അവരുടെ ഹൗസിംഗ് കോളനി അത്രമാത്രം ശ്രേഷ്ഠമാണ്. നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വരുന്നവനും പോകുന്നവനും എപ്പോഴും കയറി ഇറങ്ങി നടന്നാൽ അതൊരു പ്രശ്നമാണ്. വാതിൽ എല്ലാവർക്കും തുറന്നിടണം. തുറക്കേണ്ടവർക്ക് വേണം തുറക്കാൻ. തുറക്കേണ്ടാത്തവൻ, കയറേണ്ടാത്തവൻ നിങ്ങളുടെ കുടുംബത്തെ സമീപിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാ രീതിയിലും നഷ്ടമാണ്. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് ദോഷം ചെയ്യും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ പൊട്ടുകളിച്ച് ചിലർക്കൊക്കെ അമിതമായ സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ടല്ലയോ അരുതാത്ത ചില കാര്യങ്ങൾ കുടുംബത്തിൽ നടന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയത് നിങ്ങൾ ബന്ധുക്കളായി, സ്വന്തക്കളായി ഹൃദയത്തിൽ സ്നേഹിച്ച ചിലരുടെ സാന്നിധ്യം കൊണ്ടല്ലേ? ഇതൊക്കെ ഭയത്തോട് ഓർക്കണം. ചിലതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യണം. ഈ എലിമിനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ദൈവത്താലാകണം. ദൈവത്തിൻ്റെ ഒരു വലിയ പാളയം എന്ന് പറയുന്നത് അഡ്രസ്സുള്ള പാളയമാണ്. അത് കരുതലിൻ്റെ പാളയമാണ്, സ്നേഹത്തിൻ്റെ പാളയമാണ്, ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയുടെ പാളയമാണ്. പക്ഷേ അതിലായിരിക്കുമ്പോഴുള്ള ഒത്തിരി ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. സമയത്തും കാലത്തും വീട്ടിൽ വരണമെന്ന് പറയും.
സമയത്തും കാലത്തും ലൈറ്റ് അണയ്ക്കണമെന്ന് പറയും. ആ നിഷ്ഠയും ചട്ടങ്ങളുമൊക്കെയാണ് നമ്മൾ പ്രാർത്ഥനയിലൂടെ പ്രാപിക്കേണ്ടത്, ആരാധനയിലൂടെ പ്രാപിക്കേണ്ടത്, സ്വയം നിയന്ത്രണത്തിലൂടെ പ്രാപിക്കേണ്ടത്. കുടുംബജീവിതത്തിൽ പോലും ആ നിയന്ത്രണം വേണം, പ്രാർത്ഥനയുടെ നിയന്ത്രണം വേണം. ആസക്തിപൂരിതമായി കുടുംബത്തെ കണ്ടാൽ, ഭക്ഷണത്തെ കണ്ടാൽ, സഹോദരങ്ങളെ കണ്ടാൽ, ചാർച്ചക്കാരെ കണ്ടാൽ അത് പരാജയമാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ ഓർത്താട്ടെ, എൻ്റെ ദൈവമേ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാളയം, നിൻ്റെ ഭക്തന്മാരാൽ നീ സൃഷ്ടിച്ചിരിക്കുന്ന പാളയം, ആ പാളയത്തിൽ ഞാൻ സുരക്ഷിതമാകട്ടെ. ആ പാളയത്തിലാകുവാൻ തക്കവണ്ണമുള്ള സിറ്റിസൺഷിപ്പ്, ആ പാളയത്തിലാകുവാൻ തക്കവണ്ണമുള്ള ചിട്ടവട്ടങ്ങൾ, നിയന്ത്രണങ്ങൾ, സമയം പാലിക്കൽ ഒക്കെ നമ്മൾക്കുണ്ടാകണം. അപ്പോൾ നമ്മളുടെ കാവൽ മാലാകമാർ വ്യസനിക്കത്തില്ല. ദൈവമേ, നീ എനിക്കായി ഒരുക്കിയിരിക്കുന്ന കാവൽ മാലാകമാർ, അവരെ വ്യസനിപ്പിക്കുവാനിടയാകല്ലേ. ദൈവമേ, നിന്നോട് സ്ഥിരമായി സംഭാഷിച്ചുകൊണ്ടിരിക്കുന്ന കാവൽ മാലാകമാർ, എൻ്റെ പോക്കും വരവുമൊക്കെ എഴുതിയെടുക്കുന്ന കാവൽ മാലാകമാർ, ദൈവസന്നിധിയിൽ റിപ്പോർട്ട് കൊടുക്കുന്ന കാവൽ മാലാകമാർ, അവർ നമ്മൾക്ക് ആവശ്യമാണ്. ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന പാളയം, സുരക്ഷിതത്വത്തിൻ്റെ പാളയം, മറ്റുള്ളവർക്കും സൃഷ്ടിച്ചു കൊടുക്കുവാൻ, മറ്റുള്ളവരുടെ കാവലാളാകുവാൻ ദൈവം കായീനോട് പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ എന്ന് കയീൻ ദൈവത്തോട് ചോദിച്ചപ്പോൾ, തീർച്ചയായിട്ടും കായീനെ, നീ നിൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനായിരുന്നു. കാവൽക്കാരനാകേണ്ടവനാണ്, കോട്ട കെട്ടി പാലിക്കേണ്ടവനാണ്. നിനക്ക് വീഴ്ച പറ്റി. ആ വീഴ്ചയിൽ നിന്ന് വിമോചനത്തിലേക്ക് പോകുവാനാണ് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാണ്.